ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര സംഘാടകർക്ക് നോട്ടീസ് നൽകി പോലീസ്. ശോഭായാത്രയുമായി ബന്ധപ്പെട്ടുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ബാലഗോകുലം സംഘാടകർക്കായിരിക്കും ഉത്തരവാദിത്വമെന്നും കുന്ദമംഗലം പോലീസ് നൽകിയ നോട്ടീസിൽ പറയുന്നു. ഇത് അവഹേളനമെന്നാണ് ബാലഗോകുലം ഭാരവാഹികളുടെ അഭിപ്രായം. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ആനന്ദ്, വാദിയെ പ്രതിയാക്കുകയാണോ? ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ശോഭായാത്രയ്ക്ക് ഈ ക്ഷേത്രത്തിൽ അനുമതി നിഷേധിച്ചതിനെതിരെയുള്ള പ്രതിഷേധം അവിടെ മുഴങ്ങിയെങ്കിൽ ഇന്ന് പ്രതിഷേധിച്ചവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു. അപ്പോൾ അതായത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകണമെന്ന് പോലീസ് ആഗ്രഹിക്കുന്നു. ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ബാലഗോകുലത്തിനാണ് എന്ന് മുൻകൂട്ടി പറഞ്ഞു വെക്കുകയാണ്, അല്ലേ? തീർച്ചയായും പ്രദീപ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ വാദിയെ പ്രതിയാക്കുന്ന തലത്തിലേക്കാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു നീക്കം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതായത് ഈ ബാലഗോകുലത്തിന്റെ ചെത്തുകടവ് കമ്മിറ്റിയുടെ ട്രഷറർക്കാണ് ഇത്തരത്തിൽ കുന്ദമംഗലം പോലീസ് ഒരു നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ബാലഗോകുലത്തിന്റെ ഈ ശോഭായാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങൾ ഉണ്ടാകുകയോ സംഘർഷങ്ങൾ ഉണ്ടാകുകയോ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ ബാലഗോകുലത്തിന്റെ സംഘാടകർക്കും ട്രഷറർ അടങ്ങുന്ന അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കും എന്നുള്ള ഒരു കാര്യമാണ് ഈ പ്രധാനപ്പെട്ട ഈ നോട്ടീസിൽ പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഈ ശോഭായാത്ര പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചെത്തുകടവ് ബാലഗോകുലത്തിന്റെ ഭാരവാഹികൾ ക്ഷേത്രം ഭാരവാഹികൾക്ക് നോട്ടീസ് നൽകുകയും പക്ഷേ അതിന് അനുമതി നിഷേധിക്കുമായിരുന്നു. അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതേ ക്ഷേത്രത്തിലേക്ക്, ഈ കോഴിക്കോട് ചേലൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് വർഷങ്ങളായിക്കൊണ്ട് തന്നെ ഈ ചെത്തുകടവ് ബാലഗോകുലം യൂണിറ്റിന്റെ നേതൃത്വത്തിലുള്ള ശോഭയാത്ര നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇത്തവണ മാത്രം വളരെ വിചിത്രമായിക്കൊണ്ട് അതിനുള്ള ഒരു അനുമതി നിഷേധിക്കുന്നു. ഈ ബാലഗോകുലം പോലുള്ള രാഷ്ട്രീയ സംഘടനകൾക്ക്, അതായത് രാഷ്ട്രീയ സംഘടനയുമായി ബന്ധപ്പെട്ട സംഘടനകൾക്ക് അനുമതി നൽകാനാവില്ലെന്നാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ക്ഷേത്രം ഈ അനുമതി നിഷേധിച്ചതെന്നാണ് ബാലഗോകുലം പ്രവർത്തകർ പറയുന്നത്. പക്ഷേ ഈ ബാലഗോകുലം എന്ന് പറയുന്നത് നമുക്കറിയാം കുട്ടികളുടെ ഏറ്റവും വലിയ ഒരുപക്ഷെ സാംസ്കാരിക സംഘടന തന്നെയായിരിക്കണം കേരളത്തിൽ. ആ തലത്തിൽ ഈ രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും അപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസമെല്ലാം ഈ വിഭിന്ന മതത്തിൽ നിന്നുള്ള കുട്ടികൾ തന്നെയാണ് ബാലകൃഷ്ണന്റെയും രാധയുടെയും എല്ലാം വേഷം കെട്ടിക്കൊണ്ട് ഈ കേരളം മുഴുവൻ നിറഞ്ഞാടിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ആ തലത്തിൽ ഈ മതത്തിന് അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു സാംസ്കാരിക പരിപാടിക്ക് രാഷ്ട്രീയ നിറം നൽകിക്കൊണ്ട് അതിന്റെ വളർച്ച അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സാംസ്കാരിക പൈതൃകത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇത്തരത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ നടത്തുന്നത് എന്നാണ് എന്തായാലും ഈ ചെത്തുകടവ് ബാലഗോകുലം യൂണിറ്റിന്റെ ഭാരവാഹികൾ പറയുന്നത്. മാത്രമല്ല ഈ അതിന്റെ ചരിത്രത്തിൽ പോലും, ഈ പ്രത്യേകിച്ച് കുട്ടികളുടെ പരിപാടികളാണ്, ആ ബാലഗോകുലത്തിന്റെ ശോഭായാത്രയുടെ ചരിത്രത്തിൽ പോലും ഈ സംഘർഷം ഉണ്ടായിട്ടില്ല. ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ശോഭായാത്രയിൽ സംഘർഷം ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തവണ സംഘർഷം ഉണ്ടാകുന്നത്? അത് കൃത്യമായിട്ടും ഇടത് ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്ന് ഉദിച്ച ചിന്തയാണെന്നാണ് ബാലഗോകുലത്തിന്റെയും മറ്റും സംഘാടകർ പറയുന്നത്. ജൻ ടിവിയുടെ ഇന്നലെ പ്രതികരിച്ചതും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എന്തായാലും യാതൊരു തരത്തിലുള്ള സംഘർഷങ്ങളും ഉണ്ടാവില്ല, ഭക്തിപൂർണ്ണമായി തന്നെയായിരിക്കും ഇത്തവണത്തെയും ശോഭായാത്ര എന്ന് തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്ന കാര്യം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു ആചാരം, കാലങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ഇത്തവണ രാഷ്ട്രീയത്തിന് നിറം പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താനുള്ള ശ്രമത്തിനെതിരെ എന്തായാലും ഹിന്ദു ഐക്യവേദിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ നോട്ടീസ് ബാലഗോകുലത്തിന് അധികൃതർ കൈപ്പറ്റിയിട്ടുണ്ട്, നിയമപരമായിട്ട് തന്നെ കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള സംഘർഷങ്ങളും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഈ ചെത്തുകടവ് യൂണിറ്റിന്റെ തീരുമാനം. പ്രദീപ്, ഇതിൽ ഒരു കാര്യം ആണ് അറിയാനുള്ളത്. ശോഭായാത്ര പ്രഖ്യാപിച്ചതുപോലെ തന്നെ നടത്തുമെന്നറിയാം. ഈ ക്ഷേത്ര അങ്കണത്തിലേക്ക് ആ സംഗമം അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ക്ഷേത്ര ഭാരവാഹികൾ. അങ്ങനെയാണെങ്കിൽ സംഘാടകരുടെ അടുത്ത പദ്ധതി എങ്ങനെ ഈ ശോഭായാത്ര മുന്നോട്ട് കൊണ്ടുപോകും? അതിനുള്ള പ്ലാൻ ബി എന്താണ്? എന്തായാലും ബാലഗോകുലം പ്രവർത്തകർ അല്ലെങ്കിൽ ബാലഗോകുലത്തിന്റെ ശോഭായാത്രയും കൊണ്ടുവന്ന് സംഘർഷം ഉണ്ടാക്കും എന്നൊക്കെ പോലീസ് ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ മനപ്പായസം ഉണ്ടെന്നതെന്ന് മനസ്സിലാവുന്നുമില്ല. പ്രദീപ്, തീർച്ചയായിട്ടും ഈ ക്ഷേത്രം ഭാരവാഹികൾ അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നില്ല. കഴിഞ്ഞ ദിവസം വരെ, അതായത് ഇന്നലെ രാത്രി വരെ അത്തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ക്ഷേത്രം ഭാരവാഹികൾ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ക്ഷേത്രത്തിനകത്തേക്ക്, ക്ഷേത്രാങ്കണത്തിലേക്ക് ഈ ഒരു ശോഭായാത്ര പ്രവേശിപ്പിക്കില്ല എന്നുള്ള നിലപാട് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായാലും ശോഭായാത്ര കാലങ്ങളായി നടക്കുന്ന ശോഭായാത്ര, ചെത്തുകടവ് യൂണിറ്റിന്റെ, കോഴിക്കോട് ചെത്തുകടവ് യൂണിറ്റിന് നേതൃത്വം ശോഭായാത്ര ഇത്തവണയും നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. പക്ഷേ ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശന സാധ്യതയ്ക്ക് ഒരുപക്ഷെ ക്ഷേത്രത്തിന്റെ പുറത്തേക്കോ അല്ലെങ്കിൽ ആ പരിസരത്തേക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കവലയിലേക്കോ ഈ ശോഭായാത്ര കൊണ്ടുപോവുകയോ
അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമാണ്. ആ കാര്യത്തിൽ ഒരു കൃത്യത ഇപ്പോഴും വന്നിട്ടില്ല. ഒരുപക്ഷെ ഇന്നത്തോടു കൂടി തന്നെയായിരിക്കും എവിടേക്ക് എന്നുള്ള ഒരു ചോദ്യത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുന്നത്. അവസാനഘട്ട പരിശ്രമങ്ങളടക്കം ഇത്തരത്തിൽ ബാലഗോകുലത്തിന്റെ ഭാരവാഹികൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം, ഈ കാലങ്ങളായിട്ടുള്ള ഒരു യാത്ര, ശോഭായാത്ര, എല്ലാ കണ്ണന്മാരുടെയും രാധകളും എല്ലാം വേഷം കെട്ടിക്കൊണ്ട് കുട്ടികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു യാത്ര, അത് ക്ഷേത്രത്തിൽ തന്നെ അവസാനിപ്പിച്ചിരുന്ന ക്ഷേത്രത്തിൽ തന്നെ തുടരണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ക്ഷേത്രം ഭാരവാഹികളുടെ ഈ ഒരു പിടിവാശി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ അവർ തയ്യാറാവുന്നില്ല. എവിടേക്ക് എന്നുള്ള ഒരു ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. ഇവിടേക്ക് തന്നെ പ്രവേശനം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. എന്തായാലും ശോഭായാത്ര നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് ബാലഗോകുലത്തിന്റെ ഭാരവാഹികൾ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അല്പസമയം കൂടെയുള്ള ഒരുപക്ഷെ നാളെ ഈ സമയത്ത് അതിന്റെ എല്ലാ ആരംഭ ഘട്ടങ്ങളും തുടങ്ങുന്നുണ്ടായിരിക്കും. ഇന്നത്തോടു കൂടി തന്നെ ആ ഒരു കാര്യത്തിലേക്ക് തീരുമാനമാകും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പ്രദീപ്, ശോഭായാത്രയ്ക്ക് ക്ഷേത്രഭൂമി വിട്ടു നൽകില്ല എന്ന് നിലപാടെടുക്കുന്നു. അതിനുശേഷം ക്രമസമാധാന തകർച്ചയുണ്ടായാൽ അതിന്റെ ഉത്തരവാദികളും ബാലഗോകുലം സംഘാടകരാണ് എന്ന് പോലീസ് പറഞ്ഞു വയ്ക്കുന്നു. അങ്ങേയറ്റം നിരാശാജനകമായ പ്രസ്താവനകൾ തന്നെയാണ് വരുന്നത്. ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.